ഹലോ, ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ ചെറിയൊരു വ്ലോഗ് കാണാം. ഇന്ന് ഞങ്ങൾ പാരിപ്പള്ളി ഹോസ്പിറ്റലിലോട്ട് പോകുന്നതാണ്. പനിയൊന്നും മാറിയിട്ടില്ല പൂർണ്ണമായിട്ടും. നല്ല ചുമയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പാരിപ്പള്ളി ഹോസ്പിറ്റലിലോട്ട് പോയതാണ് കേട്ടോ. തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. എവിടുന്ന് വന്ന് മറിയുന്നു എന്ന് എത്ര ജനങ്ങൾ. എല്ലാവർക്കും മിക്ക ആളുകൾക്കും പനിയാണ്. അന്നേരം അവിടുത്തെ വാച്ച്മാൻ ടോക്കൺ ടിക്കറ്റ് വന്നിട്ട് പറഞ്ഞു, വെളിയിലോട്ട് മാറിയിരുന്നോ, നിങ്ങൾക്കൊന്നും ഇനി പനിയൊന്നും പിടിക്കണ്ട, വെളിയിലോട്ട് മാറിയിരുന്നോ, 11:30 കഴിഞ്ഞിട്ട് കയറിയാൽ മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ വെളിയിലൊക്കെ ഇരിക്കുകയാണ്. ഇത്രയും ആളുകളും വരുന്നവരെല്ലാം ടോക്കൺ എടുത്തിട്ട് മാറി മാറി അങ്ങോട്ടൊക്കെ പോവുകയാണ് കേട്ടോ. അതിനകത്തും ഭയങ്കര ആളാണ്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ഞങ്ങളകത്ത് കയറിപ്പോയി. ഒ.പി. ടിക്കറ്റൊക്കെ എടുത്തു, ഡോക്ടറിനെയൊക്കെ കണ്ടു. അതിനുശേഷം ഇല്ലാണ്ട് ഗുളികയും മരുന്നും മേടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നിടത്ത് ക്യൂ ആണിത്. ഭയങ്കര ആളാണ് കേട്ടോ. അവിടെ ഇതുപോലെ ടോക്കണൊക്കെ വിളിച്ചാണ് നിർത്തുന്നത്. അങ്ങനെ ഡോക്ടറിനെയൊക്കെ കണ്ട് മരുന്നൊക്കെ മേടിച്ചു ഞങ്ങൾ തിരിച്ചിറങ്ങി. പക്ഷേ നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ. അടിപൊളിയാണ്. തെങ്ങും ഇതൊക്കെ നട്ട് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ വൃത്തിയുണ്ട്. പ്രത്യേകിച്ച് പറയാം, നല്ല വൃത്തിയുണ്ട്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ മോനിക്ക് ഷാർജയൊക്കെ കുടിക്കണമെന്ന് പറഞ്ഞു. മോൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവനിക്ക് മേടിച്ച് ഷാർജയാണ്. അങ്ങനെ ഷാർജയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്നൊരു പ്രൈവറ്റ് ബസ്സിൽ കയറി. പാരിപ്പള്ളി വരെ നടക്കാൻ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് പാരിപ്പള്ളി വരെ ഇന്നിറങ്ങി. പ്രൈവറ്റ് ബസ് ആ പാലത്തിൻ്റെ അവിടം വരെ നിർത്തും. അത് കഴിഞ്ഞ് ഞാനും മോനും നടന്ന് ബസ് കയറാൻ വേണ്ടി അങ്ങനെ പോവുകയാണ്. അന്നേരം ഞങ്ങളുടെ ഫ്രണ്ടിലൊരു അച്ഛൻ പോയതാണ്. അച്ഛൻ്റെ കാല് വയ്യാത്തയാണ്. അങ്ങനെ ബസ് കയറാൻ നിൽക്കുന്നിടത്ത് നേരെ ഒരു ആശാൻ്റെ കട. അവിടെയാണ് നല്ല ചൂട് പൊരിപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പർ പൊരിപ്പായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ മോനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവനിക്ക് പൊരിപ്പൊക്കെ മേടിച്ചു കൊടുത്തു. കഴിഞ്ഞ് നമ്മൾ ബസ് കയറി. ബസ് കിട്ടി കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഉയരോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കരിങ്ങന്നൂർ വന്നിറങ്ങി. അവിടെ ഒരു ബേക്കറി കടയുണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ കയറുന്ന കക്കയുടെ കടയാണ്. അവിടെ ഉഴുന്നുവട, വാഴയ്ക്കപ്പം ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചൂടോടുകൂടി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. ഇത് നമ്മൾ പോകുന്ന റൂട്ട് വട്ടപ്പാറയാണ്. വട്ടപ്പാറ സ്ഥലം. അങ്ങനെ വീടെത്തി. ഒരു 3 മണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇത് ഇന്നലെ കൊണ്ടുവന്ന കുടംപുളിയാണ് കേട്ടോ. അങ്ങനെ തന്നെ കവറിൽ വെച്ചിരുന്നു. അത് പിന്നെ ഞാനെടുത്തു. അതിൻ്റെ മാതളമെല്ലാം കളഞ്ഞ് അത് വൃത്തിയാക്കി. അതിനിടയ്ക്ക് ഞാൻ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. ചായയും ഒരു ഉഴുന്നുവടയും കഴിച്ചു. അവിടുത്തെ മേടിച്ചതാണ് കേട്ടോ. കുടംപുളി ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. ഞാൻ ചിമ്മിനിയുടെ സൈഡിലാണ്. നമുക്കിവിടെ കമ്പിയിൽ കൊരുത്തിടാനുള്ള സൗകര്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഒരു കീഴ്ത്തപാത്രത്തിൻ്റെ അകത്ത് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇന്നാണെങ്കിൽ നല്ല തകർത്ത് മഴയുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് നല്ല കണക്കിന് മഴയായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നിരുന്ന് സിറ്റൗട്ടിരുന്ന് ഇങ്ങനെ മഴയൊക്കെ ആസ്വദിക്കുകയാണ്.
എല്ലാവരും നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചെറിയ ചെറിയ വ്ലോഗുകളാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.